ഞാൻ ഇന്നിവിടെ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്റ്റീവ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന്. അതായത് 2 പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചതായിട്ട് പത്രവാർത്തകൾ വന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും തമ്മിൽ ഇത്ര വലിയ അന്തരം ടാരിഫിൻ്റെ കാര്യത്തിൽ നിന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നിയന്ത്രിച്ചുകൂടാ? 1 മാസത്തിനുള്ളിൽ അത് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ CGHS റേറ്റ്സ് യൂണിവേഴ്സലായിട്ട് ആപ്ലിക്കബിൾ ആക്കും എന്ന ഒരു താക്കീതാണ് സുപ്രീം കോടതി കൊടുത്തിരുന്നതായി കണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ചാകട്ടെ ഇന്നത്തെ സംവാദം. ആദ്യമായി, എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെയും റേറ്റ്സിൽ ഇത്ര വ്യത്യാസം വരുന്നു എന്നുള്ളത് ഇതൊരു പകൽ പോലെ വ്യക്തമായ സംഗതിയാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താണ് ഇൻപുട്ട് കോസ്റ്റ് എന്നുള്ള കാര്യം ആ ഹോസ്പിറ്റലുകാരോ പല തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ അന്വേഷിക്കാറില്ല, അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ നമ്മൾ ബജറ്റ് വിഹിതങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഗവൺമെൻറ് ഇത്ര കോടി ഇന്ന സംഗതിക്ക് വിനിയോഗിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ വിനിയോഗിക്കും, വിഹിതമായിട്ട് കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായെന്ന് പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ചൊരു സംസാരമേ ഇല്ല. അത് ഒരു വ്യക്തമായ പോരായ്മയാണ്. കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനകീയ ഓഡിറ്റ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട്സിനെ കുറിച്ച് ഒരു ശരിയായ പഠനം നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തത്, ഗവൺമെൻറ്റിൽ എല്ലാവരും എംപ്ലോയിഡാണ്, അവർക്കെല്ലാവർക്കും സാലറി ഉണ്ട്. എന്ത് ചെയ്താലും, ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചാലും വേറെ എന്ത് ചിലവ് വന്നാലും അതൊക്കെ ഗവൺമെൻറ് ആ വിഹിതത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ല. പിന്നെ ഗവൺമെൻറ് തലത്തിൽ കേന്ദ്രത്തിലായാലും കൊള്ളാം, കേരളത്തിലായാലും കൊള്ളാം, ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പഠനം നടന്നിട്ടുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് തെറ്റാകാം. പക്ഷേ പഠനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ അത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഞാനിത് പറയുന്നത് തെറ്റാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ, സർക്കാർ തലത്തിൽ ഒരു ഹോസ്പിറ്റൽ, അത് ഏത് ലെവലിലുള്ളതായാലും കൊള്ളാം, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് മുതൽ എയിംസ് വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ മാസം എന്ത് ചിലവാകുന്നു, ഒരു വർഷം എത്ര ചിലവാകുന്നു, എല്ലാ കണക്കുകളും പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഒരു കണക്ക് പുറത്തു വിടാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം തനിയെ വന്നുള്ളൂ. കാരണം സർക്കാർ തലത്തിൽ ഒരു ആശുപത്രി ഏത് ലെവലിലുള്ളതായാലും നടത്തുന്നതിന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നടത്തുന്ന ചിലവിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. കാരണം ഓവർഹെഡ്സ് കൂടുതലായിരിക്കും, ചിലവും കൂടുതലായിരിക്കും. ഒരു താരതമ്യ പഠനമില്ലാതെ, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും ഒരു ഡിസ്കഷൻ തന്നെ നടത്താൻ പാടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് റേറ്റ്സ് ഇത്ര കൂടുതലാണ്, ആ റേറ്റ്സ് എന്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൂടാന്ന്. ഇതിനും വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. കാരണം എനിക്കിപ്പോൾ ഒരു അസുഖം വരികയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം. അപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ എനിക്കൊരിപ്പോൾ ഒരു MBBS കാരനെ വേണമെങ്കിൽ കാണാം, ഒരു സ്പെഷ്യലിസ്റ്റിനെ വേണമെങ്കിൽ കാണാം, സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ വേണമെങ്കിൽ കാണാം. പിന്നെ ഈ കാറ്റഗറീസിൽ തന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു പ്രാഗൽഭ്യം, റെപ്യൂട്ടേഷനൊക്കെ നോക്കി കാണാൻ പോവുകയാണെങ്കിൽ ആ ചിലവ് കൂടും. അപ്പോൾ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത് ഒരു ചായക്കടയിലോ ഹോട്ടലിലോ ഒക്കെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന മാതിരി ഹോസ്പിറ്റൽ ടാരിഫ്സ് നിശ്ചയിക്കാൻ
ബുദ്ധിമുട്ടാണ്, അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെയാണ് ഒരു കൺസൾട്ടേഷൻ ഫീസ് ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെയും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെയും ഒരു ജൂനിയർ ഡോക്ടറിൻ്റെയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുക? ആ എക്സ്പേർട്ടീസിനും എക്സ്പീരിയൻസിനും സ്കില്ലിനും തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിശ്ചയിച്ചിരിക്കണം. ആ വാല്യൂ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ്, ഇപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിന് CGHS റേറ്റ്സ് കൊണ്ടുവരികയെന്ന് വിചാരിക്കും. CGHS റേറ്റ്സ് വളരെ താഴ്ന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 2014 ഫിക്സ് ചെയ്ത റേറ്റ് ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുള്ളപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൽ മാത്രം 2014 ആ കണക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാലമായിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സംഗതികൾക്കും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എക്യുപ്മെൻസിൻ്റെ വില വളരെയധികം കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് മേക്ക് ഇൻ ഇന്ത്യ ആയിക്കൂടാ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല? അതുപോലെ തന്നെ ഈ വലിയ വലിയ കമ്പനികളെ കാൾസേസ്, കാൾ സ്റ്റോഴ്സ് ഒക്കെ ആയാലും അവരെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൂടാ? എന്നിട്ട് ആ വിലകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എക്യുപ്മെൻറ്റ് കോസ്റ്റും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും വലിയൊരു ഭീമമായ ചിലവാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ മാൻ പവർ കോസ്റ്റ് അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ മിനിമം വേജസ് ഡിസൈഡ് ചെയ്തിട്ടുള്ള അടുത്ത് ഇൻക്രിമെൻറ്റ്സ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ എല്ലാ വർഷവും അധിക ചിലവ് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈ ചിലവുകളെല്ലാം, പിന്നെ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. അപ്പോൾ ആ വെള്ളം, യൂട്ടിലിറ്റീസ്, എല്ലാ സംഗതികൾക്കും വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഹോസ്പിറ്റൽ റേറ്റ്സ് താഴോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അത് എക്കണോമിക്സിനെ കുറിച്ചോ സാമാന്യ ബുദ്ധിക്കോ അല്ലെങ്കിൽ ഇവന് എക്കണോമിക്സൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പോലും ഇതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലേയിങ് ഫോർ ദ ഗാലറി എന്ന് പറയും. അത് അധികാരത്തിലിരിക്കുന്നവർ എപ്പോഴും പ്ലേയിങ് ഫോർ ദ ഗാലറി ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആസൂത്രിതമായ പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഈ വക കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അത് സുപ്രീം കോടതി ആയാലും ഗവൺമെൻറ് ആയാലും ആരായാലും അത് തന്നെ ആയിരിക്കണം സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.